ഹായ് കൂട്ടുകാരെ, ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 തുല്യതയുടെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പഠിതാക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 1-ാം യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമാണ്, അതായത് ഉദാത്തമായ സന്ദേശങ്ങൾ എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഗാന്ധാരി വിലാപം, വെള്ളപ്പൊക്കത്തിൽ, പെങ്ങൾ, ഉദാത്തമായ സന്ദേശങ്ങൾ, ഇത്രയുമാണ് മാനവികം എന്ന യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ അതിലുള്ള അവസാന പാഠഭാഗമാണ് ഉദാത്തമായ സന്ദേശങ്ങൾ. അതിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കൃതിയാണ്. അദ്ദേഹത്തിൻ്റെ രചനയിലുള്ള പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഉദാത്തമായ സന്ദേശങ്ങൾ. അദ്ദേഹത്തെക്കുറിച്ചൊന്ന് കേട്ടാലോ? ഭാരതത്തിൻ്റെ 11ാമത് രാഷ്ട്രപതിയാണ്. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ചു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അവുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. മിസൈൽ ടെക്നോളജി വിദഗ്ധനാണ്, തമിഴ് ഭാഷ പണ്ഡിതനാണ്, കവിയാണ്, DRDO മേധാവിയായിരുന്നു. അതുകൂടാതെ രാജ്യരക്ഷാ മന്ത്രിയുടെ ശാസ്ത്രോപദേശകൻ, SLV3യുടെ പ്രോജക്റ്റ് ഡയറക്ടർ എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ISROയിൽ ശാസ്ത്രജ്ഞനായിരുന്നു. ആര്യഭട്ട അവാർഡ്, ഭാരതരത്നം, പത്മഭൂഷൺ തുടങ്ങിയ ബഹുമതികൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. പ്രധാന കൃതികൾ അഗ്നിച്ചിറകുകൾ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ജ്വലിക്കുന്ന മനസ്സുകൾ, വഴിത്തിരിവുകൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. 2015 ജൂലൈ 27 ആ മഹാനായ ശാസ്ത്രജ്ഞനെ, മനുഷ്യസ്നേഹിയായിട്ടുള്ള ആ മഹാനുഭാവനെ നമുക്ക് നഷ്ടപ്പെട്ടു. അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു എന്ന് സാരം. ഇനി നമുക്ക് പാഠാപഗ്രഥനം ഒന്ന് കേട്ടാലോ? ഓരോ ശിശുവും ഏതാനും പാരമ്പര്യ സ്വഭാവങ്ങളുമായിട്ടാണ് സവിശേഷമായ സാമൂഹിക, സാമ്പത്തിക, വൈകാരിക ചുറ്റുപാടിലേക്ക് പിറന്നു വീഴുന്നത്. ഓരോ കുട്ടിയും അല്ലെങ്കിൽ ഓരോ ശിശുവും എങ്ങനെയാണ് വ്യത്യസ്തമായ സാമൂഹികമായ, സാമ്പത്തികമായ, വൈകാരികമായ ചുറ്റുപാടുകളിലാണ്. അതായത് ഓരോരുത്തരും പിറക്കുന്ന വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ്. സമ്പന്നൻ്റെയോ ദരിദ്രൻ്റെയോ ജാതിയിൽ മുന്തിയവൻ്റെയോ അങ്ങനെ എല്ലാ വേർതിരിവുകളും അല്ലെങ്കിൽ എല്ലാ വ്യത്യസ്തത പുലർത്തുന്നതാണ് ഓരോ ശിശുവിൻ്റെ ജനനവും. ക്രമേണ ആ ശിശു അധികാരപ്പെട്ട ചിലരിലൂടെ പരിശീലനം നേടുന്നു. ഗുരുക്കന്മാരിൽ നിന്ന്, പിതാവിൽ നിന്ന് ലേഖകന് കിട്ടിയത് സത്യസന്ധതയും അച്ചടക്ക ബോധവുമാണ്. ഒരു കുട്ടിയുടെ ആദ്യ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആദ്യ ഗുരുക്കന്മാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യ വിദ്യാലയം എന്ന് പറയുന്നത് അവൻ്റെ വീടാണ്. പിന്നീട് അവിടെ നിന്നാണ് സ്കൂളിലേക്ക് പോകാനും മറ്റ് ഗുരുക്കന്മാരെയോ ടീച്ചേഴ്സിനോ ഒക്കെ കിട്ടാനും ഒക്കെ അവന് വഴി തെളിയുന്നത്. അപ്പോൾ ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് അവൻ്റെ വീടാണ്. അപ്പോൾ പിതാവിൽ നിന്ന് ലേഖകന് കിട്ടിയത് സത്യസന്ധതയും അച്ചടക്ക ബോധവുമാണ്. മാതാവിൽ നിന്ന് നന്മയിലുള്ള വിശ്വാസവും ആഴമേറിയ ദയയും. അപ്പോൾ അച്ഛനമ്മമാരുടെ ആ ഗുണവിശേഷങ്ങൾ അവരെങ്ങനെയുള്ളവരാണോ അത് അറിഞ്ഞോ അറിയാതെ കുട്ടികളിലേക്ക് വരുന്നുള്ളത് സത്യമാണ്. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ എന്ത് വേണം? പരമാവധി നല്ലവരാകാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികളും നല്ല പാതയിലൂടെ വരൂ. അല്ലാതെ നമ്മൾ മോശമായത് പ്രവർത്തിക്കുകയും കുട്ടികൾ നല്ലതാവണമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഉപദേശിക്കുന്നതിന് മുമ്പ് നമ്മൾ നല്ലതാവുക, എന്നിട്ട് കുട്ടികൾക്ക് റോൾ മോഡൽസ് ആവുക നമ്മൾ. എന്നിട്ട് കുട്ടികളോട് നല്ലതാവും പറഞ്ഞാൽ കുട്ടികൾ അവർ തീർച്ചയായിട്ടും പറയേണ്ട ആവശ്യമില്ല. അവർ കണ്ടു വളരുന്നത് നല്ലത് അവർ ശീലിക്കും, പാലിക്കുകയും ചെയ്യും. മാതാവിൽ നിന്ന് നന്മയിലുള്ള വിശ്വാസവും ആഴമേറിയ ദയയും. ബാല്യത്തിൻ്റെ തനിമയ്ക്കും പിൽക്കാല ജീവിതത്തിൻ്റെ വ്യത്യസ്തതകൾക്കും സംഭാവന നൽകിയത് ജലാലുദ്ദീനും സംസുദ്ദീനും ഒത്ത് ചെലവഴിച്ച കാലഘട്ടമാണ്. പിൽക്കാലത്തെ സൃഷ്ടിപരതയ്ക്ക് ലേഖകൻ കടപ്പെട്ടിരിക്കുന്നത് ഇവരോടാണ്. യാഥാസ്ഥിതിക ഹിന്ദു കുടുംബത്തിലെ രാമനാഥ ശാസ്ത്രി, അരവിന്ദൻ, ശിവപ്രകാശ് എന്നീ കുട്ടികൾ ചെറുപ്പത്തിൽ ലേഖകൻ്റെ ഉറ്റ ചങ്ങാതിമാരായിരുന്നു. മതപരമായ വ്യത്യാസങ്ങളോ വളർന്ന ചുറ്റുപാടുകളോടുള്ള വ്യത്യാസമോ അവർ തമ്മിൽ ഉണ്ടായിരുന്നില്ല. അതായത് വ്യത്യസ്തമായിട്ടുള്ള മതവിഭാഗങ്ങളിൽപ്പെട്ടവർ, അവരുടെ വളർന്ന ചുറ്റുപാടുകൾ, സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള പരിസ്ഥിതികളൊക്കെ തികച്ചും വ്യത്യസ്തം. കുട്ടികളുടെ മനോഭാവം ചിട്ടപ്പെടുത്തുന്നത് അവർ വളർന്നു വരുന്ന സാഹചര്യം തന്നെയാണെന്ന് ഇത് വ്യക്തമാക്കുന്നു.
വർഷം തോറും നടന്നിരുന്ന സീതാരാമ കല്യാണ മഹോത്സവത്തിന് ഭഗവാന്റെ വിഗ്രഹം ജലമാർഗേണ എഴുന്നള്ളിച്ച് ലേഖകന്റെ വീടിനടുത്തുള്ള രാമതീർത്ഥക്കുളത്തിന്റെ മധ്യഭാഗത്തുള്ള വിവാഹവേദിയിലേക്ക് കൊണ്ടുവരും. വിഗ്രഹം വയ്ക്കാനായി അനുയോജ്യമായ തട്ടുകളിട്ട വിശേഷപ്പെട്ട വഞ്ചികൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നും ഒരുക്കുമായിരുന്നു. ലേഖകന്റെ അമ്മയും അമ്മുമ്മയും കുടുംബത്തിലെ കുട്ടികൾക്ക് രാത്രി ഉറങ്ങാൻ നേരത്ത് പറഞ്ഞു കൊടുത്തിരുന്നത് രാമായണത്തിലെ കഥകളും മുഹമ്മദ് നബിയുടെ ജീവിതത്തിലെ സംഭവങ്ങളുമായിരുന്നു. മതസൗഹാർദ്ദത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് കലാമിൻ്റെ കുടുംബം. ഉദാത്ത മാതൃക എന്ന് വെച്ചാൽ വളരെ ശ്രേഷ്ഠമായ മാതൃകയാണ്. ലേഖകൻ രാമേശ്വരം എലിമെൻ്ററി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു പുതിയ അധ്യാപകൻ ക്ലാസ്സിൽ വന്നു. മുസ്ലിം ആണെന്ന് തിരിച്ചറിയുന്ന തൊപ്പി ധരിച്ച ബാലനായ കലാമും പൂണൂലിട്ട രാമശാസ്ത്രി എന്ന ബ്രാഹ്മണ ബാലനും അടുത്തടുത്തിരിക്കുന്നത് കണ്ട അധ്യാപകൻ കലാമിനെ പിൻനിരയിലെ ബെഞ്ചിലേക്ക് മാറ്റി. വിതുമ്പുന്ന മുഖവുമായി ഇരുന്ന രാമശാസ്ത്രിയുടെ മുഖം ലേഖകന്റെ മനസ്സിലേറെ കാലം മായാതെ നിന്നു. അപ്പോൾ കുട്ടികൾ തമ്മിൽ അങ്ങനെ ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളൊന്നും ഇല്ലാതെ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ ആരാണ് ആ വേർതിരിവോടെ ഉണ്ടാക്കിയത്? മുതിർന്നവർ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താണോ കാണിച്ചു കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും കുട്ടികൾ പിന്നീട് അങ്ങോട്ട് വർഗീയവാദമായിട്ടോ അല്ലെങ്കിൽ വേർതിരിക്കപ്പെടുന്നൊരവസ്ഥയിലേക്കൊക്കെ മാറിപ്പോകുന്നത്. വീട്ടിൽ ചെന്ന മാതാപിതാക്കളോട് കുട്ടികൾ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ലക്ഷ്മണ ശാസ്ത്രി ആ അധ്യാപകനെ വിളിപ്പിച്ച് അദ്ദേഹത്തോട് നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുതെന്ന് പറഞ്ഞു. ചെറുപ്പക്കാരനായ ആ അധ്യാപകൻ തൻ്റെ തെറ്റിൽ ഖേദിക്കുകയും ആത്യന്തികമായി പരിവർത്തനപ്പെടുകയും ചെയ്തു. ആത്യന്തികമായി പരിവർത്തനപ്പെട്ടെന്ന് വെച്ചാൽ അതുവരെ അങ്ങനത്തെ സ്വഭാവം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത് അത് പൂർണ്ണമായും അദ്ദേഹം മാറ്റി. അതായത് ജാതീയമായ വേർതിരിവുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെ വേർതിരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം പിന്നീട് പോയിട്ടില്ല. കലാമിൻ്റെയും രാമശാസ്ത്രികളുടെയും രക്ഷിതാക്കളുടെയും പുരോഗമന ചിന്താഗതി തികച്ചും മാതൃകാപരമാണ്. കുട്ടികളുടെ ഹൃദയത്തിൽ സാമൂഹ്യ സമത്വത്തിൻ്റെ മൂല്യങ്ങൾ വേരുറയ്ക്കാൻ തീർച്ചയായും ഇത് സഹായിച്ചിട്ടുണ്ടാകും. രാമേശ്വരത്തെ ചെറു സമൂഹം ദൃഢതരമായ ഒരു പരസ്പര ഐക്യം പുലർത്തിയിരുന്നു. ശാസ്ത്ര അധ്യാപകനായിരുന്ന ശിവസുബ്രഹ്മണ്യർ ഒരു വിപ്ലവകാരിയായിരുന്നു. വിവിധ പശ്ചാത്തലങ്ങളിലുള്ളവർ തമ്മിൽ ഇടപഴകാൻ കഴിയും വിധം സാമൂഹികമായ വേലിക്കെട്ടുകൾ പൊളിക്കാൻ അദ്ദേഹം കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിരുന്നു. ഒരു ദിവസം അദ്ദേഹം ലേഖകനെ തൻ്റെ വീട്ടിലേക്ക് ഊണിന് ക്ഷണിച്ചു. തൻ്റെ അടുക്കളയിലേക്ക് ഒരു മുസ്ലിം ബാലനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുക എന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഞെട്ടിക്കുന്നതായിരുന്നു. കുട്ടിക്ക് ഊണ് വിളമ്പാൻ അവർ തയ്യാറായില്ല. അതുകണ്ട് അസഹ്യത കാട്ടാതെ ശിവസുബ്രഹ്മണ്യർ ശിഷ്യന് സ്വന്തം കൈകൾ കൊണ്ട് വിളമ്പുകയും അയാളുടെ അടുത്തിരുന്ന് ആഹാരം കഴിക്കുകയും ചെയ്തു. ലേഖകനെ ആശ്വസിപ്പിച്ച് അധ്യാപകൻ ഇപ്രകാരം പറഞ്ഞു: വ്യവസ്ഥിതിയെ മാറ്റാൻ നിങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്തരം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. പിറ്റേ വാരാന്ത്യത്തിൽ ശിവസുബ്രഹ്മണ്യരുടെ ക്ഷണം സ്വീകരിച്ച് സദ്യയിൽ പങ്കെടുക്കാൻ വീട്ടിൽ ചെന്ന ലേഖകനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും സ്വന്തം കൈകൊണ്ട് വിളമ്പി കൊടുക്കുകയും ചെയ്തു. അതിഥിയായെത്തിയ കലാമിൻ്റെ ആദരപൂർണവും അച്ചടക്കവുമുള്ള പെരുമാറ്റവും ഭർത്താവിൻ്റെ പുരോഗമന ചിന്താഗതിയും ആ സ്ത്രീയുടെ മനസ്സിന് പരിവർത്തനമുണ്ടാക്കി. ഇത്രയും കാര്യങ്ങളാണ് പാഠഭാഗത്ത് പരാമർശിക്കുന്നത്. ഈ ഉദാത്തമായ സന്ദേശങ്ങൾ എന്നുള്ള ഈ പാഠഭാഗം അഗ്നിച്ചിറകുകൾ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ. അത് വിവർത്തനം ചെയ്തിരിക്കുന്നത് PV ആൽബി എന്ന വ്യക്തിയാണ്. ഉദാത്തമായ സന്ദേശങ്ങൾ എന്ന പാഠഭാഗം എടുത്തിരിക്കുന്നത് അഗ്നിച്ചിറകുകൾ എന്ന കൃതിയിൽ നിന്നാണ്. അത് വിവർത്തനം ചെയ്തിരിക്കുന്നത് PV ആൽബി. അദ്ദേഹം ഊർജ്ജതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. പത്രപ്രവർത്തനത്തിൽ ബിരുദാനന്തര ബിരുദ ഡിപ്ലോമയുണ്ട്. 1997 വികസനോന്മുഖ പത്രപ്രവർത്തനത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയിട്ടുണ്ട്. അഗ്നിച്ചിറകുകൾ എന്ന കൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് PV ആൽബിയാണ്. അപ്പോൾ കൂട്ടുകാരെന്താ ചെയ്യേണ്ടത്? പാഠഭാഗം വായിക്കുക, പാഠാപഗ്രഥനം കേൾക്കുക, പിന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. ശ്രദ്ധയോടെ വായിക്കുക എന്നുള്ളതാണ്. ഒരാവർത്തിയല്ല, രണ്ടാവർത്തിയൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിൽ ഉറപ്പിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ പാഠം വായിക്കുക. ഇതുപോലെ തന്നെ പാഠാപഗ്രഥനം വായിച്ച് തരുന്നത് നിങ്ങൾ ഇടയ്ക്ക് വീഡിയോ വെച്ച് കേട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളറിയാതെ തന്നെ അതിലുള്ള ഓരോ സന്ദർഭങ്ങളും അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള പദപ്രയോഗങ്ങളും അല്ലെങ്കിൽ സംഭവവികാസങ്ങളും എന്തു തന്നെ ആയാലും നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ അത് പതിഞ്ഞു വരും.
പിന്നെ ചോദ്യം കിട്ടിയ ഉത്തരം എഴുതുകയേ വേണ്ടൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.